മീൻ പൊരിക്കുന്നത് ഇനി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർത്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഒരു ബൗളിൽ റെഡ് ചില്ലി പൗഡർ 2 ടീസ്പൂൺ എടുക്കുക. അതുകഴിഞ്ഞ് ടെർമറിക് പൗഡർ 1/4 ടീസ്പൂൺ എടുക്കുക. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂട്ടി നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായി ഈ മിക്സിംഗിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അത് വീണ്ടും നല്ലതായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് അതിൽ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ വരകൾ ഇട്ട് അതിൽ മസാല പിടിപ്പിക്കുക. അടുത്തതായി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മീൻ ആ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി ഓരോ സൈഡും 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫ്രൈങ് പാനിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ജിഞ്ചർ 2 ടീസ്പൂൺ, ഗാർലിക് 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി 1 ടേബിൾ സ്പൂൺ, ഷാലോട് 1/2 കപ്പ്, കറിവേപ്പില 20 എണ്ണവും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇവ ചേർത്ത് നല്ലവണ്ണം എല്ലാം മിക്സ് ആകുന്നതുവരെയും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ടൊമാറ്റോ 1/2 കപ്പ് ചേർത്ത് അത് നല്ലവണ്ണം വെന്ത് ഉടയുന്നതും വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് നല്ലതായി ഗ്രേവി കൊണ്ടിരിക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് നല്ലതായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി അടുത്തതായി ഒരു വാഴയില ചൂടാക്കി എടുത്തു വയ്ക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടു വയ്ക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അതിലേക്ക് ഇടുക. അടുത്തതായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീൻ അതിലേക്ക് തേച്ചു പിടിപ്പിക്കുക. അതിനുശേഷം അത് ഇല മടക്കി എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് അടച്ചുവെച്ച് വേവിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു അടിപൊളി മീൻ ഫ്രൈ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. അത് പച്ച കുറ്റി കുരുമുളക് പേസ്റ്റ് ആക്കി എടുത്തതാണ്. ചില വീടുകളിൽ ഈ കുറ്റി കുരുമുളക് വളർത്തുന്നത് കാണാം. അതിന് പ്രത്യേകതരം ടേസ്റ്റ് ആണ്. ഇത് എത്രയും വേഗം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇനി കുറ്റിക്കുരുമുളക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കുറ്റിക്കുരുമുളകിന്റെ ഫോട്ടോ ഇതിൽ ഇടുന്നതാണ്. കുക്കിംഗ് വിദഗ്ധരായ ചിലർ പണ്ട് മുതൽക്കേ ഇത് ഉപയോഗിച്ചു പോരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ എല്ലാവരിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.